Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി നഗരസഭയും സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക സർപ്പദിനാചരണം നടത്തി. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിയ പങ്കുവഹിക്കുന്ന ഒരു ജീവിയാണ്. അതോടൊപ്പം തന്നെ അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും നമ്മൾ തന്നെ ഈ എക്കോസിസ്റ്റത്തിനെ നിലനിൽക്കുന്നത് വളരെ അനിവാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വേൾഡ് സ്നേക്ക് ഡേ ആചരിക്കുന്നത്. നമുക്കറിയാം, നമുക്കെല്ലാം വളരെയധികം രോഗം വരുത്തുന്ന എലി പോലുള്ള കീടങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കീടങ്ങൾ, പകർച്ചവ്യാധികൾക്ക് പരത്തുന്ന ധാരാളം കീടങ്ങളെ തിന്ന് നമ്മുടെ സമൂഹത്തെ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്ന ജീവിയാണ് സർപ്പം. പാമ്പുകളെക്കുറിച്ച് മനുഷ്യർക്കുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനനുയോജ്യമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പാമ്പ് കടിയേറ്റാൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡ് കവാടത്തിൽ വെച്ച് നടത്തിയ ദിനാചരണ പരിപാടിയിൽ നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TY ഏലിയാസ്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, കൗൺസിലർമാരായ സാജു നടുങ്ങാടൻ, ബാസ്റ്റൻ ടി പാറക്കൽ, അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ്, വനം വകുപ്പ് സെക്ഷൻ ഓഫീസർമാരായ K ബിജു, സെബാസ്റ്റ്യൻ KS, അഡ്വക്കേറ്റ് പോളച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ ഏറ്റവും നിസ്സഹായനായ ജീവി, സഹതാപർപ്പിക്കുന്ന ഒരു ജീവി പാമ്പാണ്. കാരണം എന്താ? പാമ്പിന് കാലില്ല, കൈയില്ല, അത് ഈ ഭൂമിയിലൂടെ എഴഞ്ഞു ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പൊ പാമ്പ് ശരിക്കും ഏറ്റവും സഹതാപർപ്പിക്കുന്ന ഒരു ജീവി കൂടിയാണ്. അപ്പൊ ഈ പാമ്പിന്റെ പ്രാധാന്യം എന്തെന്നിപ്പോ മുനിസിപ്പൽ ചെയർമാനോട് പറഞ്ഞു, ശ്രീമതി വീണാദേവി പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, ഒക്കെ പറഞ്ഞു. നമ്മൾക്കറിയാം, പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ചില നിയമങ്ങളുണ്ട്. ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിനും ഈ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് അതിൻ്റെതായ ചുമതലകളുണ്ട്. പാമ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ലെങ്കിൽ ഒരുപാട് പ്രകൃതിക്ക് ദോഷം വരുന്ന കാര്യങ്ങളുണ്ട്.